ഊഹാപോഹങ്ങളില്ലാത്ത അതത് രാജ്യങ്ങളുടെ ഔദ്യോഗിക ഏജൻസികൾ പുറപ്പെടുവിക്കുന്ന വാർത്തകൾ മാത്രമാണ് ഇവിടെ നൽകുന്നത്. ഇതിൽ ആവേശമില്ല, തികച്ചും ആധികാരികമായ വാർത്തകൾ മാത്രം. ഇറാൻ ആക്രമണം. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണു. 4 പേർക്ക് പരിക്കേറ്റു. ഖാന സ്വദേശികളായ 2 പേർക്കും ഒരു ബംഗ്ലാദേശി പൗരനുമാണ് പരിക്കേറ്റത്. ഒരു ഇന്ത്യൻ പൗരനും നേരിയ പരുക്കുണ്ട്. എങ്കിലും വിമാന സർവീസുകൾ സാധാരണ നിലയിൽ തുടരുന്നതായി ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. ഇതിനിടയിൽ UAE ഇന്ന് പുലർച്ചെ മിസൈൽ ഭീഷണി മുന്നറിയിപ്പ് നൽകി. പൗരന്മാരും താമസക്കാരും സുരക്ഷിതമായ സ്ഥലത്ത് തുടരാനും മുന്നറിയിപ്പുകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഔദ്യോഗിക ചാനലുകൾ പിന്തുടരാനുമാണ് നിർദ്ദേശിച്ചത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞതിൻ്റെ ഫലമായാണ് ശബ്ദങ്ങൾ കേൾക്കുന്നതെന്നും UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. യുദ്ധം. UAEയിൽ മരണസംഖ്യ 6 ഫെബ്രുവരി 28 മുതൽ ഇറാനിയൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് 6 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ് മരിച്ചത്. ഇന്ത്യക്കാർ ഉൾപ്പെടെ 24 രാജ്യങ്ങളിൽ നിന്നുള്ള 122 പേർക്കാണ് പരിക്കേറ്റത്. വിമാന ടിക്കറ്റ് നിരക്ക് കൂട്ടുമെന്ന് എയർ ഇന്ത്യ. ആഭ്യന്തര അന്തർദേശീയ റൂട്ടുകളിലെ ഇന്ധന സർചാർജുകൾ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുമെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചത്. ഒരു വിമാന കമ്പനിയുടെ പ്രവർത്തന ചെലവിൻ്റെ ഏകദേശം 40% ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിനാണ് ചെലവാക്കുന്നതെന്നും ഗൾഫ് മേഖലയിലെ നിലവിലെ സാഹചര്യം മൂലം ഇതിൻ്റെ വിലയിലുണ്ടായ കുത്തനെയുള്ള വർധനവാണ് ടിക്കറ്റ് നിരക്ക് വർധന അനിവാര്യമാക്കിയതെന്നും എയർലൈൻ വൃത്തങ്ങൾ അറിയിച്ചു. ദുബായിൽ ട്രക്ക് നിരോധനം ഒഴിവാക്കി. നിലവിലെ സാഹചര്യത്തിൽ ലോജിസ്റ്റിക് മേഖലയെ പിന്തുണയ്ക്കുന്നതിനും എമിറേറ്റിലെ വിതരണ ശൃംഖലയുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് വരുന്ന ഞായറാഴ്ച വൈകുന്നേരം വരെ എല്ലാ റോഡുകളിലും 24 മണിക്കൂറും ചരക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അതേസമയം എയർപോർട്ട് ടണലിലും അൽഷിന്തക ടണലിലും നിലവിലുള്ള നിരോധനം തുടരുമെന്നും RTA അറിയിച്ചു. ഇറാനിലെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയ്ക്ക് പരിക്കേറ്റതായി ഇറാൻ സ്ഥിരീകരിച്ചു. യുദ്ധത്തിൽ പരിക്കേറ്റെങ്കിലും അദ്ദേഹം സുരക്ഷിതനാണെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചത്. യുദ്ധം 12ാം ദിവസം അടിച്ചും തിരിച്ചടിച്ചും അമേരിക്കയും ഇസ്രയേലും ഇറാനും. ഇറാനിലെ 10,000-ഓളം സിവിലിയൻ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടന്നതായും 1300-ലധികം സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായും ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ടെഹ്റാനിൽ ഇപ്പോഴും സ്ഫോടനങ്ങളുടെ പരമ്പര തന്നെ തുടരുന്നതായാണ് റിപ്പോർട്ട്. ഇറാനും പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. യുദ്ധം മുഴുവൻ മേഖലയെയും തീയിൽ മുക്കുന്നതിന് മുമ്പ് അവസാനിപ്പിക്കണമെന്ന് തുർക്കി. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്ന തരത്തിൽ മേഖല മുഴുവൻ വ്യാപിക്കുന്നതിന് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ ആവശ്യപ്പെട്ടു. യുദ്ധം തുടർന്നാൽ കൂടുതൽ ജീവഹാനിയും സാമ്പത്തിക നാശവും ഉണ്ടാകുമെന്നും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നഷ്ടം ഇനിയും വർദ്ധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സൗദി അറേബ്യയ്ക്ക് നേരെ വീണ്ടും മിസൈൽ ആക്രമണം. 7 ബാലിസ്റ്റിക് മിസൈലുകൾ വെടിവെച്ചിട്ടു. ഇതിൽ 6ഉം പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളം ലക്ഷ്യമിട്ടായിരുന്നു. ഷൈബ എണ്ണപ്പാടത്തെ ലക്ഷ്യം വെച്ച 5 ഡ്രോണുകളും ഇടിച്ചു വീഴ്ത്തിയതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. റംസാൻ അവസാന 10 യുദ്ധത്തിലും തിരക്കൊഴിയാതെ മക്കയും മദീനയും. തിരക്ക് കണക്കിലെടുത്ത് മക്കയിലെ ഗ്രാൻഡ് മോസ്കിലെത്തുന്ന തീർത്ഥാടകർ തിരക്കേറിയ സമയം ഒഴിവാക്കണമെന്ന് സൗദി അറേബ്യയിലെ ഹജ്ജ് ഉംറ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. വൈകുന്നേരം 4-നും രാത്രി 10-നും ഇടയിലും രാവിലെ 5-നും 8-നും ഇടയിലുമാണ് ഏറ്റവും തിരക്കേറിയ സമയമെന്നാണ് കണ്ടെത്തൽ. ഖത്തറിൽ ഇന്നും മിസൈൽ ആക്രമണം. രാജ്യത്തെ ലക്ഷ്യം വെച്ചുള്ള മിസൈൽ ആക്രമണം തങ്ങളുടെ സായുധ സേന തടഞ്ഞതായും ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സുരക്ഷാ ഭീഷണി ഇല്ലാതായതായും സ്ഥിതിഗതികൾ സാധാരണ നിലയിലായതായും ബന്ധപ്പെട്ട അധികാരികൾ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ ഇന്നും ഇറാൻ ആക്രമണം. ഒമാനിലെ ദുക്കിന് വടക്ക് കടലിൽ ഡ്രോൺ പതിച്ചതായും ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഒമാൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി അറിയിച്ചു. ഒമാനിൽ ഈദുൽ ഫിത്തർ അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 19 വ്യാഴാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ 4 ദിവസത്തെ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചത്.